പക്ഷേ ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ 90-ാം പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു. നവതി ആഘോഷിച്ചു. 4 തലമുറയിലെ ആളുകൾക്കൊപ്പം ഇരുന്നാണ് നവതി ആഘോഷിച്ചത്. CPM-ൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ, അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിൽ സുരേഷ് ഗോപി അവിടെ വന്നു. സുരേഷ് ഗോപി പറഞ്ഞത് മലയാളത്തിൻ്റെ അമ്മരത്നമാണ് ശാരദ ടീച്ചർ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ശാരദ ടീച്ചറെയും ഇ കെ നായനാരെയും കെ കരുണാകരനെയും അവർ തമ്മിലുള്ള സൗഹൃദത്തെയും ഒക്കെ ചേർത്തുകൊണ്ട് 3 രാഷ്ട്രീയ പാർട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ സംസാരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. പലപ്പോഴായി സുരേഷ് ഗോപിക്ക് ഈ തരത്തിൽ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്, ആളുകൾക്കുള്ളിൽ വ്യക്തിപരമായ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ല ആളുകളെ പറ്റി നല്ലത് പറയുന്ന ഒരു പൊളിറ്റിക്സ് സുരേഷ് ഗോപി പലപ്പോഴും കാഴ്ചവെക്കാറുണ്ട്. ഇപ്പോൾ ഈ ശാരദ ടീച്ചറുടെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ സ്വന്തം മകനെ പോലെ നേരെ മന്ത്രിയായതിനു ശേഷം നേരെ കോഴിക്കോട് വരുന്നു. അവിടുന്ന് നേരെ പോകുന്നത് കല്യാശ്ശേരിയിലെ ഇ കെ നായനാരുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ആ രീതിയിലൊരു ഒരു ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം സുരേഷ് ഗോപി ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാഷ്ക്ക് എന്താ തോന്നുന്നത്? അല്ലെ, സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം നമ്മൾ വായിച്ചെടുക്കേണ്ടത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നല്ല, ഒരു കലാകാരൻ്റെ ഭൂമികയിൽ നിന്നായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം സമയവും ചെലവഴിച്ചിട്ടുള്ളത് സിനിമയിലും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ. ഒരാൾ സിനിമാ പ്രവർത്തകനായി നിൽക്കുക, സിനിമയിൽ അഭിനയിക്കുന്ന നടനായിരിക്കുക, സംവിധായകനായിരിക്കുക, അങ്ങനെയുള്ള മേഖലകളിൽ വ്യാപരിക്കുന്ന സമയത്ത് അവർ ഈ കലയുടെ ഒരു വിശാലമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. അവിടെ അവർക്ക് വിവേചനങ്ങളെന്ന് പറയുന്നത് കുറവാണ് ആ രീതിയിൽ. പക്ഷേ അവരുടെ ഇടയിലുള്ള വിവേചനങ്ങൾ നമുക്കറിയാം. അതിനകത്തുള്ള ഗ്രൂപ്പിസം, തർക്കങ്ങൾ, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിവേചനമോ അല്ലെങ്കിൽ ജാതി വിവേചനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവരെ അങ്ങനെ കാര്യമായിട്ട് സ്വാധീനിക്കാറില്ല എന്നത് ഈ കലാലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കലാകാരന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അവർക്ക് എല്ലാ വേദിയിലും പോകാനൊക്കെ പറ്റും, എല്ലാ വേദിയിലും പോകാൻ പറ്റുന്ന അങ്ങനെയാണ്. കാരണം അവിടെ മറകളില്ല എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് വളരെയധികം സങ്കുചിത്വമുണ്ട് ശരിക്കും. ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂർ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഈ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ അവരുടെ രാഷ്ട്രീയം നോക്കും. കോൺഗ്രസ്സുകാരൻ്റെ ഇടയിൽ നിന്ന് കോൺഗ്രസ്സുകാരൻ മാത്രമാണ് സാധനം വാങ്ങിക്കുന്നത്. CPM-കാരൻ്റെ കടയിൽ നിന്ന് CPM-കാരന് സാധനം വാങ്ങി. BJP-കാരൻ്റെ കടയുണ്ടെങ്കിൽ അവിടെ പോയി BJP-കാരന് സാധനം വാങ്ങി. അതൊക്കെ എന്തുമാത്രം സങ്കുചിതമായ ഒരു മനോഘടനയാണ്. അങ്ങനെയുള്ളൊരു മനോഘടന അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മളുടെ മൾട്ടി കൾച്ചേർഡായിട്ടുള്ള ഒരു സമൂഹത്തിൽ, മൾട്ടി പൊളിറ്റിക്കൽ സ്ട്രക്ചറുള്ള ഒരു സമൂഹത്തിൽ അതൊരിക്കലും നമുക്ക് സ്വീകാര്യമായ കാര്യം അല്ല എന്നുള്ളതാണ്. ഇത് മതപരമായിട്ടും അങ്ങനെ ചെയ്യാറുണ്ട്. മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് മുസ്ലിങ്ങൾ മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക, ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് ഹിന്ദുക്കൾ മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക, ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് ക്രിസ്ത്യാനികൾ മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ സെപ്പറേറ്റിസത്തിൻ്റെ, വിഭജനത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തിൽ ഇത് രാഷ്ട്രീയ നേതാക്കളുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചാൽ, ഒരു CPM-കാരൻ മരിച്ചാൽ അവിടേക്ക് വരുന്ന ബഹുഭൂരിപക്ഷ ആളുകളും CPM-കാരായിരിക്കും. 1, 2, 3 കോൺഗ്രസ്സുകാരൊക്കെ വന്നെന്നിരിക്കും. അതുതന്നെ കോൺഗ്രസ്സുകാരൻ മരിച്ചാൽ അവിടേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം പേരും കോൺഗ്രസ്സുകാരായിരിക്കും. പേരിന് ഒരു 3, 4, 5 CPM-കാരൊക്കെ ഉണ്ടാകും. ഇത് ഈ ജാതിയുടെ കാര്യത്തിലൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇപ്പം മുസ്ലിം മരിച്ചാൽ അവിടെ ബഹുഭൂരിപക്ഷ ആളുകളും മുസ്ലിങ്ങളാണ്, മറ്റ് ജാതിക്കാരൊക്കെ വരും. പക്ഷെ അവരൊക്കെ പിരിഞ്ഞു പോകും. എന്നിട്ട് ഈ മയ്യത്ത് എടുക്കുന്ന സമയത്തൊക്കെ അവിടെ നോക്കിയാൽ നമുക്കറിയാം അവിടെ മുസ്ലിങ്ങൾ മാത്രം ഉണ്ടാവും. അത് മറ്റേത് അങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കളുടെ ഇപ്പോൾ ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ അവിടെ വെക്കാറും ഹിന്ദുക്കൾ മാത്രം ഉണ്ടാവും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഇടക്കൊന്ന് തലകാണിച്ച് പോയിട്ടുണ്ടാവും. അതൊക്കെ മാറേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ മാറണം എങ്കിൽ ഈ മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിലായിട്ടുള്ള അടുപ്പം വർദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുരേഷ് ഗോപി ആ ഒരു കാര്യത്തിൽ എനിക്ക് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം പൂർവ്വജന്മത്തെ ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിക്കുമെന്നോ അങ്ങനെയൊക്കെ പറയുന്ന നമ്മളുടെ ഈ പുനർജന്മ സങ്കല്പം, അതൊക്കെ ഈ കാലഘട്ടത്തിൽ അത്ര
സ്വീകാര്യമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രം അങ്ങനെ പറയുന്നതും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും സൗഹൃദം പുലർത്തുന്നതിലൊക്കെ അദ്ദേഹം കാണിക്കുന്ന രീതികളെന്ന് പറയുന്നത് മാതൃകാപരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ഇ.കെ. നായനാരുടെ കുടുംബത്തിൽ പോയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം സാനു മാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പലരുടെയും വീടുകളിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഈ നേതാക്കളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. സിനിമയിലായിരുന്ന സമയത്ത് ആ സൗഹൃദം കുറേ കൂടി ദൃഢപ്പെടുത്താനായിട്ട് സിനിമയിനേക്കാൾ വളരെ കൂടുതൽ സാധ്യതയാണ് പൊളിറ്റിക്സിൽ എവിടെയും കയറി ചെല്ലാം, ഏത് സമയത്തും ആരുടെ കയറി ചെല്ലാം. സിനിമയിലുള്ള ആൾക്കാർക്ക് തന്നെ നേരുന്നുണ്ടാകും. ഇയാൾ സിനിമാക്കാരൻ മാത്രമായിരുന്നെങ്കിൽ ഈ പറയുന്ന വലിയ നേതാക്കളുടെ വീട്ടിൽ മാത്രം പോകുന്ന ഒരാളാകുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ആളുകളുടെ അടുത്തേക്കും പോകാൻ ബാധ്യസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. രാഷ്ട്രീയം അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന പുതിയ പാഠങ്ങളാണ്. പക്ഷേ ആ പുതിയ പാഠങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പഴയ ചില പാഠങ്ങളെ അയാൾ വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് കല്യാശ്ശേരിയിലെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മന്ത്രിയായതിനു ശേഷം ആ വീട് സന്ദർശിക്കുന്ന മാത്രമല്ല, ഇപ്പോൾ ഈ നവതി ആഘോഷവേളയിൽ നായനാരുടെ ഭാര്യയെ പോയി കാണുകയും കേരളത്തിൻ്റെ രത്നമാണ് അമ്മ എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതി. കാരണം വെച്ചാൽ വളരെ ഫ്ലവറി ലാംഗ്വേജസാണ് ഈ സിനിമ നടന്മാർക്ക് പലപ്പോഴും ഉപയോഗിക്കാനായിട്ട് കഴിയുക. കാരണം അവർക്ക് അതിനകത്ത് ഒരു പിശുക്കില്ല എന്നുള്ള, അവർ ധാരാളമായിട്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറാവും. അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. സാനുമാഷ് എടുത്ത് പോകുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്. സാനുമാഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അധ്യാപകനാണ്, കേരളത്തിൻ്റെ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തെ എക്കാലത്തും എൻ്റെ അമ്മയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അതൊക്കെ എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഫേസിൽ ഇതിനെയൊക്കെ നെയ്തെടുത്ത് കൊണ്ടുവരുന്ന ഒരു വിരുത് നമുക്ക് അതിനകത്ത് കാണാൻ നല്ലതാണ്. ശരിക്കും പറഞ്ഞ് രാഷ്ട്രീയക്കാരെ ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ പരസ്പരം നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നത്, അവർ നല്ല ബന്ധത്തിലാണെന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്റ്റേജിലേക്ക് കയറിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും എന്ന് അതൊഴിച്ചാൽ അത് കഴിഞ്ഞ് അവർ കെട്ടിപ്പിടിക്കുകയും അതേപോലെ തന്നെ അവരവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ വിരുദ്ധ രാഷ്ട്രീയ ശക്തികളാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത്തരം നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ പൊതുവെ എല്ലാവരുമായിട്ട് സൗഹൃദം പുലർത്തുന്ന വ്യക്തികളായിട്ട് മാറി തീർന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏതാണ് എനിക്ക് തോന്നുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സെൻസിൽ തന്നെ അത് രാഷ്ട്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളിലേക്ക് മാറ്റി നിർത്തുകയും വ്യക്തിപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്ന് നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം നമ്മൾ ഫെമിനിസ്റ്റുകളെല്ലാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്, അറിയാലോ എന്താണെന്ന്, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പക്ഷേ അതങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു ലോകവും രാഷ്ട്രീയ ലോകവും രണ്ടായിട്ട് കാണാനായിട്ട് നമ്മളുടെ ഫെമിനിസ്റ്റുകൾ തയ്യാറല്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളത്. അപ്പോൾ വ്യക്തിപരമായത് രാഷ്ട്രീയവുമാണ് എന്നുവെച്ചാൽ രാഷ്ട്രീയവും അതേപോലെ തന്നെ വ്യക്തിപരമായതും തമ്മിലുള്ള വ്യത്യാസമില്ല. രാഷ്ട്രീയപരവും വ്യക്തിപരവും ഒന്ന് എന്ന നിലക്കാണ്. പക്ഷേ അത് നമുക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ അങ്ങനെ അത്ര സ്വീകാര്യമാക്കിയെടുക്കാനായിട്ട് കഴിയില്ല. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പാണുള്ള പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജൻ്റെ വീട് സന്ദർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇ.പി. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് CPM മാറ്റിയത്. അപ്പോൾ നായനാരുടെ ഭാര്യയെ സുരേഷ് ഗോപി സന്ദർശിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് അവർ മനസ്സിലാക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഒരു സന്ദർശനം കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും ആരെയും സന്ദർശിക്കാം എന്ന് എല്ലാവരും സമ്മതിച്ച പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ അവർ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നടപടികളിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു. അല്ല, ഇ.പിക്ക് വിനയായത് അതാണെന്ന് പാർട്ടി പറഞ്ഞു, അതാണ് പ്രശ്നം. പാർട്ടി എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ പാർട്ടി പറഞ്ഞ കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യമാണ്. അല്ല, അത് BJP-യിലേക്ക് പോകാനാണെന്ന് ശോഭാ സുരേന്ദ്രൻ അടക്കം പറഞ്ഞു. അപ്പോൾ അതൊരു കൺഫ്യൂഷന് കാരണം. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ CPM എന്ന് പറഞ്ഞു. അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ.
അങ്ങനത്തെ നടപടിയെടുക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ രീതിശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ സൗഹൃദ സംഭാഷണത്തിൻ്റെയും സൗഹൃദമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഒക്കെ ഉള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പൊളിറ്റിക്സ് എന്ന നിലയ്ക്ക് നമ്മൾ എടുത്താൽ ഇത്തരം കാര്യങ്ങൾ കൂടി അതിൻ്റെ പരിഗണനയ്ക്ക് വരേണ്ടതാണ്. ഒരാളെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു പ്രശ്നം വേണമെങ്കിൽ ഉയർത്തപ്പെടാം. തീർച്ചയായും. പക്ഷേ പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതായിരിക്കരുതല്ല, അതായിരിക്കുകയുമില്ല. അത് പകരം രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഇടപെട്ടു എന്നുള്ള നിലക്ക് ആണ് മാത്രമേ നടപടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നം. അതാണല്ലോ, അയാളെ കണ്ടു എന്ന് വെച്ച് പ്രശ്നമില്ല. പക്ഷേ അയാൾ കണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വരുമ്പോഴാണ് ആ നടപടിക്രമത്തിലേക്കും അതേപോലെ വിമർശനത്തിലേക്കൊക്കെ പോകുന്നത്. ഒരാൾ മറ്റൊരാളെ കാണുന്നത് കൊണ്ട് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതല്ല. അതെ, തീർച്ചയായും. അതങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സൗഹൃദം എന്ന് പറയുന്നത് സൗഹൃദമായിട്ട് കണക്കാക്കണം. സൗഹൃദത്തെ സൗഹൃദമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഒരു പയനിയറിംഗ് വർക്ക് എന്ന് പറയുന്നത് എല്ലാ ആളുകളും തമ്മിൽ മനുഷ്യരെന്ന നിലക്കുള്ള സൗഹൃദം പുലർത്തേണ്ടതാണെന്നുള്ള ഫീൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മാഷ ഒരു കാര്യം അതിൻ്റെ പറഞ്ഞോട്ടെ. അതായത് ഈ മാഷ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഈസ് പേഴ്സണൽ എന്ന് പറഞ്ഞല്ലോ, അത് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളും ഇങ്ങനെ ആളുകളൊക്കെ പറയുന്നതാണ്. അതിൻ്റെ ഒരു അപകടാവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പേഴ്സണൽ ആകുമ്പോൾ എന്താണ് അതിനെ രണ്ടായി കാണാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായൊരു പ്രത്യാഘാതമായി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണ് സൗഹൃദങ്ങൾ തകരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് താങ്കളുടെ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ താങ്കൾക്കത് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് എന്ന് ഒരു നേതാവ് പറഞ്ഞതായിട്ട് ഞാൻ അറിയാം. അതായത് എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ലോകാരാധ്യനായ ഒരു നേതാവ്, അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ തത്വശാസ്ത്രം തന്നെയല്ലേ നമ്മൾ നടപ്പിലാക്കേണ്ടത്? കാരണം എനിക്കെൻ്റെ ഇതിൽ വിശ്വസിക്കാം എന്നതുകൊണ്ട് ഞാൻ മറ്റുള്ളൊരാൾ പറയുന്നതിന് ഞാൻ എതിർക്കേണ്ടതില്ല, അങ്ങനെ അയാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അയാളെ ശത്രുവായിട്ടും കാണേണ്ടതില്ല എന്നൊരു ഇതിലേക്ക് വരണ്ടേ നമ്മൾ? അല്ലേ, ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഏത്. നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ള ആ ഒരു നിലപാട് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രസക്തമാണ്. അത് സ്വാഭാവികമായിട്ടും വേണം. പക്ഷേ സ്ത്രീകളിവിടെ പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നതിന് വേറൊരു ആംഗിളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിത അവസ്ഥയുണ്ടല്ലോ, ഗാർഹിക പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് വ്യക്തിപരമായവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയാണ്. അതാണ് അവരുടെ രാഷ്ട്രീയം. നമ്മളീ പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയം അല്ലാതെ അതാണ് പ്രശ്നം. അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ജീവൻ തന്നെയായിട്ട് മാറുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗർഭപാത്രമാണ്. ഇപ്പോൾ ഗർഭപാത്രമാണ് സ്ത്രീ എന്നുള്ളതാണ് പ്രശ്നം. അത് മാറണം, അത് മാറ്റണം എന്ന് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേറെ തലമാണ്, വേറെ തരത്തിലുള്ള ഡിസ്കഷനാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ ഞാൻ ആ സെൻറ്റൻസ് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മുദ്രാവാക്യമുണ്ട് ശരിക്കും എന്ന് പറയാണ്. അപ്പോൾ അവിടെ നമുക്കത് കൃത്യമായിട്ട് നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ല, അവർ പറയുന്ന എന്താണ് പേഴ്സണലൈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നതിൽ ഈ കക്ഷി രാഷ്ട്രീയമല്ല, അതൊരു രാഷ്ട്രീയമാണ്, മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞിട്ട്. ആ രീതിയിൽ തന്നെ കണ്ടാൽ ഇവിടെ ആ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ വിഷയം എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയം കൊണ്ട് എങ്ങനെ മനുഷ്യൻ രണ്ട് തട്ടിലായിപ്പെടുന്നു അല്ലെങ്കിൽ രണ്ട് ലോകത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആധുനിക കാലത്തിന് യോജിച്ച ഒരു പ്രക്രിയയല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അകത്തു ഒതുങ്ങപ്പെടുക എന്ന് പറയുന്നത് നല്ലതല്ല. അത് പൊളിക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നല്ലതാണെങ്കിൽ അങ്ങനെ നല്ല സംവിധാനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. വളരെ നന്ദി മാഷ്.